വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ നീയക്കുട്ടിയും കൂടെ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് എനിക്ക് നീയക്കുട്ടിക്ക് ലീവാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. വീട്ടിലാണെങ്കിൽ ഏട്ടനും ഇല്ല, ഏട്ടന് ജോലിക്ക് കണ്ണൂരാണ് ഏട്ടന് ജോലി. അപ്പോൾ ഏട്ടൻ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പം ഞങ്ങൾ എണീറ്റിട്ടേ ഉള്ളൂ. സമയം ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അല്ലേ ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. കസിൻ നമ്മുടെ ഏട്ടൻ്റെ വലിയ മകളാണിത്. അപ്പോൾ അവൾ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടോ ഞങ്ങളെ കൂടെ ഇന്നലെ ഇവിടെയാണ് കിടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ അതേ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ചായ കുടിക്കട്ടെ. മക്കളൊക്കെ ഇരുന്നിട്ടുണ്ട് ചായ കുടിക്കാൻ. ബാക്കിൽ നമ്മളെ സുബ്രഹ്മണ്യം ഉണ്ട് കേട്ടോ, സുബ്രഹ്മണ്യ പൂച്ച. അപ്പോൾ അവനുണ്ട് ഇരിക്കണ്. പിന്നെ നമുക്ക് ഇനി ചായ കുടിക്കണം. ചായ കുടിക്കട്ടെ. അപ്പോൾ നമുക്കിന്ന് പുട്ടാണ്. പുട്ട് ഇതാ ഫുള്ള് ഉടഞ്ഞു പോയിട്ടുണ്ട്. അമ്മ രാവിലെ കല്യാണത്തിന് പോയപ്പോൾ ഉണ്ടാക്കിച്ച് പോയതാണ്. പുട്ടുണ്ട്, പിന്നെ ചെറുപയറുണ്ട്, പഴമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നമ്മുടെ വീട്ടിലുള്ളൊരു മെലസ്റ്റോമ പ്ലാന്റാണ്. അമ്മ എവിടുന്നോ കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ ഇതിൻ്റെ പൂവ് കാണാൻ. ഞാൻ കല്യാണം കഴിഞ്ഞതിന് മുന്നേ വീട്ടിൽ ഒത്തിരി ചെടി ഉണ്ടാക്കിയിരുന്നേ. പക്ഷെ ഇപ്പോൾ ഒന്നും സമയമില്ല, കാരണം വീട്ടിലേക്ക് എപ്പോഴെങ്കിലും അല്ലേ വരുള്ളൂ. അപ്പോൾ ഞാനിതാ വീട്ടുജോലിയൊക്കെ കഴിച്ച് വെച്ചിട്ട് ഞാൻ വല്യമ്മൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നീയക്കുട്ടിയും പിന്നെ കുട്ടികളൊക്കെ കണ്ണിമാങ്ങ ഉപ്പിൽ കൂട്ടി കഴിക്കുന്നുണ്ടേന്നേ. നീയക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് കഴിഞ്ഞ് കുളിക്കാൻ പോകണം. അപ്പോൾ തലയിൽ ഒട്ടും വെളിച്ചെണ്ണ ഇല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇട്ടണ മാക്സി അമ്മേൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അമ്മേൻ്റെ ഒരു പഴയൊരു മാക്സിയാണ് കേട്ടോ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ താണ് കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി അവരൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കണം. അപ്പം ഞങ്ങളിതാ കുളിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ തോട് കേട്ടോ. തോട് ഒരു തവണ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. തോട്ടിൽ നല്ല വെള്ളമുള്ള സമയത്ത്. ഇപ്പോൾ തോടിൻ്റെ അവസ്ഥ ഇതാണ്, ഒട്ടും വെള്ളമില്ല. ഇനിയിപ്പോൾ വേനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പം ഇതിലെ വേണം കേട്ടോ, ഈ പടിയിൽ കൂടെ വേണം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ. കുറച്ച് റിസ്ക്കാണ് ഇതിൽ ഇറങ്ങാൻ. പക്ഷേ ഇതിലൂടെ അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല ഇറങ്ങാൻ. ഇതിലൂടെ ഒരു തവണ വല്യമ്മ ഇറങ്ങിയപ്പോൾ വല്യമ്മ വീണു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ശ്രദ്ധിച്ച് വേണം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ തോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിലായിട്ടാണ് കേട്ടോ അലക്കൽ. പിന്നെ ദേ ആ പാറേൻ്റെ മേലെ ഒരു നീർക്കാക്കുണ്ടേ. അപ്പോൾ ഒരു കൊക്കുണ്ടായിരുന്നു, അവരിതാ പറന്നു പോണ്. അപ്പോൾ അതാ ഇവിടെ നിന്നാണ് നമ്മൾ കുളിക്കൽ. അപ്പോൾ ഞാൻ അലക്കാൻ തുടങ്ങട്ടെ. കുറച്ചുണ്ട് കേട്ടോ അലക്കാൻ. അമ്മ രാവിലെ നേരത്തെ കല്യാണത്തിന് പോയതുകൊണ്ട് അലക്കാനൊന്നും കൂടിയിട്ടില്ല. അപ്പം ഞാൻ എടുത്തിട്ട് പോകുന്നതാണ്. അമ്മ വരുമ്പോൾ ഇനിയിപ്പോൾ അതൊരു പണിയാവണ്ടല്ലോ. അപ്പം ഞാൻ വേഗം അലക്കട്ടെ. അപ്പം ഞാനും ചേച്ചിയും കൂടി ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലക്കട്ടെ. ഒരു രസമല്ലേ ഓരോ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലക്കാൻ. അപ്പം സമയം പോണത് അറിയൂല്ല, പെട്ടെന്ന് പരിപാടിയൊക്കെ തീരും ചെയ്യും. അപ്പോൾ അതേ അലക്കിയ വെള്ളം ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കഴുകട്ടെ. അപ്പോൾ മേലേക്ക് പോകണം നല്ല വെള്ളത്തിൽ കഴുകണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വേനലായാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം റിസ്ക്കാണ് കുളിക്കാൻ വരാനും അലക്കാൻ വരാനൊക്കെ. അപ്പോൾ ഒത്തിരി മീനുണ്ട് കേട്ടോ നമ്മുടെ തോട്ടിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാല് വെച്ച് കൊടുത്തപ്പോൾ അവരിതാ കാലുമ്മ നിന്ന് കടിക്കുന്നുണ്ട്, ഇക്കിളിയാക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. റോട്ടിൽ കൂടി വേണം കേട്ടോ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. കുറേ വണ്ടികൾ വരുന്ന സ്ഥലമാണ്, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോകും. അപ്പോൾ ഇതാ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കയറുകയാണ്. അപ്പോൾ ഇതാ നീയക്കുട്ടി ഓടി വരുന്നുണ്ട്. അവരുടെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ 3 മണീൻ്റെ ബസ്സാണ് കേട്ടോ. 3 മണിക്ക് ഈ ഒരു ബസ്സേ ഉള്ളൂ. ടൈമിനാണ് കേട്ടോ നമ്മുടെ അടുത്തേക്ക് ബസ്. 10 മണി കഴിഞ്ഞാൽ പിന്നെ 3 മണിക്കാണ് ബസ്. വീട്ടിൽ ചെന്നാൽ പിന്നെ എനിക്ക് ഇടം വലം സഹായികളാണ്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അലക്കിയ ബക്കറ്റൊക്കെ കൊണ്ട് ആൾ പോകുന്നുണ്ട്. പിന്നെ ഇതാ ബസ്സിൽ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ കുറച്ച് കപ്പയും ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നീയക്കുട്ടി ഇതാ നമ്മുടെ വത്തക്ക കൊണ്ടുവരുന്നുണ്ട്. ചൂടൊക്കെ അല്ലേ, അപ്പം അമ്മ ഒരു കഷ്ണം വത്തക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നീയക്കുട്ടി അതും കൊണ്ട് മുന്നിലേക്ക് നടക്കുകയാണ്. അപ്പം ബക്കറ്റ് ഇതാ പകുതി വഴിയിലിട്ടാണ്ട് ആൾ കപ്പ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ വത്തക്ക അതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കട്ടെ. കുട്ടീസിനൊക്കെ ആദ്യം കൊടുത്തിട്ടോ. നീയക്കുട്ടീൻ്റെ കയ്യിൽ 2 അങ്ങനെ ഞാനും കഴിക്കട്ടെ വത്തക്ക. അപ്പം വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.